തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദം ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയാഹ്ലാദ റാലി പ്രയാണം തുടരുകയാണ്. വിനീഷ് ഇപ്പോൾ ജഗതിയിലെത്തിയിരിക്കുന്നു. ഈ വിജയാഹ്ലാദ റാലി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ആഹ്ലാദ പ്രകടനം റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഹർഷാരവത്തോടെയാണ് ബി നേതാക്കളെ, കൗൺസിലർമാരെ ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നത്, സ്വീകരിക്കുന്നതല്ലേ? അർപ്പിച്ചുകൊണ്ടുള്ള വിജയാഹ്ലാദ റാലി ഇപ്പോൾ വഴുതക്കാട് എത്തിയിരിക്കുകയാണ്. വഴുതക്കാട് വിമൻസ് കോളേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ വലിയ ആഘോഷം, വലിയ ആവേശം തന്നെയാണ്. ചരിത്രപരമായ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ചതിൽ വലിയ ആഘോഷം തന്നെയാണ് ബി ജെ പി തലസ്ഥാന നഗരത്തെ പൂർണ്ണമായും കാഴ്ചവെക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് തലസ്ഥാനവാസികൾക്ക് നന്ദിയും അറിയിപ്പിക്കുന്നു. വിജയാഹ്ലാദ റാലിക്കൊപ്പം നന്ദി അറിയിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു റാലി പുരോഗമിക്കുകയാണ്. റാലി ഇപ്പോൾ വഴുതക്കാട് എത്തി നിൽക്കുകയാണ്. വലിയ ആവേശം. 14 തുറന്ന ജീപ്പുകളിലായി 50 കൗൺസിലർമാർ ഒരുമിച്ച് ജനങ്ങൾക്ക് മുന്നിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ അതിനു പിന്നാലെ വിജയാഹ്ലാദ റാലിയിൽ നിരവധി പ്രവർത്തകർ ഭാഗമാകുന്നു. വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ അനന്തപുരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ജനങ്ങളും ഈ ബി ജെ പിയുടെ വിജയാഹ്ലാദ റാലിയിൽ നന്ദിയും അറിയിപ്പിക്കുമ്പോൾ സമാനമായ രീതിയിൽ അവരുടെ ആഘോഷവും സന്തോഷവും നമുക്ക് ജനങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ ആവേശം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദേശീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അനന്തപുരിയുടെ മണ്ണിലൂടെ അങ്ങനെ ആ വിജയ റാലി മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. നിലവിൽ വികസിത അനന്തപുരി എന്ന മുദ്രാവാക്യവുമായി തന്നെയാണ് ബി ജെ പി വിജയശേഷവും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് അനന്തപുരി നിവാസികൾ ബി ജെ പിയിലേക്ക് അർപ്പിച്ചിട്ടുള്ളത്. കാരണം ചരിത്രത്തിലാദ്യമായി ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടന ഒറ്റയ്ക്ക് അനന്തപുരിയുടെ ചുമതലക്കാരായി എത്തുന്ന ആ സുദിന നിമിഷത്തിലേക്ക് ശുഭ നിമിഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. അതിൻ്റെ നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വിജയ റാലി ബേക്കറി ജംഗ്ഷനിലേക്ക് എത്തി നിൽക്കുന്നു. 14 വാഹനങ്ങളിലായി, തുറന്ന ജീപ്പുകളിലായി ഓരോ കൗൺസിലർമാരും ബി ജെ പിയുടെ വിജയാഹ്ലാദ റാലി ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. പൂജപ്പുര, ജഗതി, വഴുതക്കാട്, ബേക്കറി ജംഗ്ഷൻ, പാളയം, പട്ടം, അങ്ങനെ പ്രയാണം തുടരുകയാണ്. ഇപ്പോൾ ദിസ്ന കൂടി ശരിയാണ്. ദിസ്ന സുരേഷ്, ദിസ്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വിജയാഹ്ലാദ റാലി, വിജയാഹ്ലാദ പ്രകടനം നിറഞ്ഞ മനസ്സോടെയാണ് അനന്തപുരി നിവാസികൾ ഈ വിജയാഹ്ലാദ റാലിയെ സ്വീകരിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ജില്ലാ സംസ്ഥാന നേതാക്കളും കൗൺസിലർമാരും, അല്ലേ? കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറഞ്ഞാൽ വൈബായിരിക്കുന്നു വിജയത്തിന്റെ ആഘോഷം നിറഞ്ഞുകൊണ്ട് ബി ജെ പി എൻ ഡി എ പ്രവർത്തകരൊക്കെ തന്നെയും ഇപ്പോൾ ഇതാ ബേക്കറി ജംഗ്ഷൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏറെ സന്തോഷത്തോടു കൂടി അവരെ വരവേൽക്കുവാൻ ധാരാളം ആളുകൾ, ഈ റാലി കാണുവാനായ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ അടങ്ങിയ നിരവധി ആളുകൾ ഈ റോഡിന്റെ പരിസര ഭാഗങ്ങളിൽ നിൽക്കുക എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ ജനാവലിയാണ് സാക്ഷ്യം. മാറാത്തത് ഇനി മാറും എന്നതിന് സാക്ഷ്യം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. പ്രധാനമായും ഈ പ്രവർത്തകരോടൊപ്പം ഞാനും വളരെ ആവേശത്തിലാണ്. കാരണം അത്തരത്തിലുള്ള ആവേശം തന്നെയാണ്, അത്തരത്തിലുള്ള എനർജി തന്നെയാണ് ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ബി ജെ പാർട്ടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, മധുര വിതരണങ്ങൾ, അങ്ങനെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷത്തിലേക്ക് അനന്തപുരി മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. നമുക്കറിയാം, വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലൊക്കെ തന്നെയും വിവിധ വലതു മുന്നണികൾ വലിയ രീതിയിൽ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് RK പോലെയുള്ള ആളുകൾ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി, സൈബർ ഇടങ്ങൾ വഴി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടും ഫലം വന്നപ്പോൾ അവർ പരാജയപ്പെട്ടു എന്നല്ലാതെ ബി ജെ പിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന്
യെസ് വലിയ വിജയ ആഹ്ലാദത്തിൽ തന്നെയാണ്, ആരവത്തിൽ തന്നെയാണ് അനന്തപുരി. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബേക്കറി ജംഗ്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. ഇടത് വലത് കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു BJPയുടെ NDAയുടെ അശ്വമേധം. ആ അശ്വമേധത്തിന്റെ മഹാവിജയത്തിന്റെ ആഹ്ലാദ ആരവങ്ങൾ, ആഹ്ലാദ അലയൊലികൾ എത്രത്തോളം ഈ അനന്തപുരിയെ സമ്പന്നമാക്കിയാണ്. നിറഞ്ഞ മനസ്സോടെ ഏത് രീതിയിൽ തന്നെയാണ് ഈ അനന്തപുരി നിവാസികൾ BJP നേതൃത്വത്തോട് നന്ദി പറയുന്നത്, പകരം BJP നേതൃത്വം അവർക്ക് നന്ദി അർപ്പിക്കുന്നത്. ആഘോഷവും തന്നെയാണ് അനന്തപുരിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയാഹ്ലാദ ഘോഷയാത്ര, വിജയാഹ്ലാദ റാലി ഇപ്പോൾ നിലവിൽ പാളയം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് പട്ടത്തേക്ക് വിജയാഹ്ലാദ റാലി നീങ്ങും. എന്തായാലും വലിയ ആവേശം തന്നെയാണ് നമുക്ക് പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും കാണാൻ സാധിക്കുന്നത്. കാരണം BJP വികസിത കാഴ്ചപ്പാടുമായി അനന്തപുരിയെ പുതിയ അനന്തപുരിയായി വാർത്തെടുക്കുന്ന കാലത്തിനായി ഇവിടെയുള്ള അനന്തപുരിയിലെ ഓരോ നിവാസികളും കാത്തുനിൽക്കുകയാണ്. എന്തായാലും അതിനുള്ള ഒരു തയ്യാറെടുപ്പിനായി BJPയെ സജ്ജമാക്കാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെയാണ് BJPക്ക് 50 കൗൺസിലർമാരെ തിരുവനന്തപുരം നഗരത്തിൽ വാർത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി BJP പ്രഖ്യാപിച്ചതുപോലെ കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനന്തപുരിയിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയ വികസന മാതൃകയായിരിക്കും വരും കാലങ്ങളിൽ BJP അനന്തപുരി നിവാസികൾക്ക് സമ്മാനിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വികസന പദ്ധതികൾക്ക് BJP നേരത്തെ തന്നെ ആക്കം കുറിച്ചിരുന്നു. ആ പദ്ധതികൾക്ക് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആയിരിക്കും ഈ 21-ാം തീയതി ഓരോ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അത്തരത്തിലായിരിക്കും വികസിത അനന്തപുരിക്കായിട്ടുള്ള ശ്രമങ്ങളിലേക്കായിരിക്കും BJP കടക്കുവാനുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും വലിയ ആവേശം തന്നെയാണ് നമുക്ക് അനന്തപുരിയിൽ പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകരും ഈ കൗൺസിലർമാർക്കൊപ്പം ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ ബൈക്ക് റാലികളുമായി ഈ വിജയാഘോഷ റാലിയെ പിന്നാലെ കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം ജനങ്ങളും ഈ കൗൺസിലർമാരിൽ നിന്നുള്ള അഭിസംബോധന ചെയ്ത് അവർക്ക് ആഹ്ലാദം നൽകിക്കൊണ്ട് നന്ദി അറിയിക്കുന്നവർ ഓരോരുത്തരും തിരിച്ചും ജനങ്ങൾ ഈ കൗൺസിലർമാർക്ക് മുന്നിൽ നന്ദി അറിയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വരും കാലങ്ങളിൽ വികസിത അനന്തപുരിക്കായിട്ടുള്ള തുടക്കം BJP കുറിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് BJP നേതാക്കളും വ്യക്തമാക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ BJP ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പലപ്പോഴും BJP വ്യക്തമാക്കിയിട്ടുള്ളത് കേന്ദ്ര പദ്ധതികൾ, പ്രത്യേകിച്ച് വൻ പദ്ധതികൾ, വൻ ബൃഹത് പദ്ധതികൾ ഉൾപ്പെടെ. വിനീഷിലേക്ക് മറ്റ് പ്രതിനിധികളിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ഈ ആഘോഷ രാവിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ്